അപ്പം സ്കൂൾ കലോത്സവ വേദിയിലാണ് നമ്മൾ ഇന്നലെ തൊട്ട് കുറേ രാഷ്ട്രീയക്കാർ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരെത്തുമ്പോൾ നമുക്ക് വലിയ ആവേശമാണ്. കാരണം ഈ കലോത്സവത്തിൻ്റെ ഓർമ്മകൾ രാഷ്ട്രീയക്കാർക്കൊള്ളപ്പം എന്ത് രസമായിരിക്കും കേൾക്കാൻ. ഇന്ന് ഒപ്പന കാണാൻ വേണ്ടി മാത്രം പട്ടാമ്പിന്ന് നമ്മുടെ MLA എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഒപ്പനയാണ് അല്ലേ? ഇന്ന് 3 മണിക്ക് ഒപ്പന ആരംഭിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി. കാരണം ഇപ്പോൾ വളരെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്നത് കൂടിയാണ് ഒപ്പന. അപ്പോൾ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് 1-ാം ക്ലാസ്സിൽ കയറുന്നത് ഒപ്പനക്കാണ്. ആൺകുട്ടികളുടെ ഒപ്പന. അതിൽ പുതുമണവാളനായിട്ട് അന്നൊക്കെ ഒപ്പന എന്ന് തന്നെ അതെ. അപ്പൊ അതില് പുതുമണവാളനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. പിന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ അതിഗംഭീരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണുക. നമ്മുടെ കുട്ടികളുടെ പുതിയ കലാവാസനകളും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളും അപ്ഡേറ്റഡ് ആവണല്ലോ. അത് ആസ്വദിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. അല്ല, അന്നും സെലക്ട് ചെയ്യണ പുതുമണവാളനാണ് ആ മൊഞ്ച് ഇന്നും നിൽക്കുന്നുണ്ട്. താങ്ക് യു. ആ മൊഞ്ച് ഇന്നും ഉണ്ടല്ലോ. അതാണ് അന്ന് മണവാളനായിട്ട് തെരഞ്ഞെടുത്തത്. നമുക്ക് ഈ ഒരു കലയോടുള്ള സ്നേഹമാണല്ലോ എല്ലാവർക്കും. അതിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വ്യത്യാസമില്ലാതെ കലോത്സവമാണ്. ഇന്നലെ വിഷ്ണുനാഥ് MLA ഉണ്ടായിരുന്നു ഇവിടെ. അതിനോടൊപ്പം നമ്മുടെ നൗഷാദ് MLA ഉണ്ടായിരുന്നു. നൗഷാദ് MLA കലോത്സവത്തിൽ പങ്കെടുത്ത നാടകത്തിനാണ്. അദ്ദേഹത്തിൻ്റെ ഇടയിൽ വിഷ്ണുനാഥാണെങ്കിൽ ലളിതഗാനത്തിലാണ്. അപ്പോൾ ഇവരങ്ങ് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് വേറാണ്. അവിടെ രാഷ്ട്രീയമില്ലല്ലോ. അതാണ് ഏറ്റവും ഈ കലയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. MLAയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരുടെ നമ്മുടെ ശരീരങ്ങൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് പോലെയല്ല, നമ്മുടെ ഹൃദയങ്ങളെ അടുപ്പിക്കാൻ കലക്ക് കഴിയുന്നുള്ളതാണ് പ്രത്യേകത. ഞാനും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതുപോലെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നാടകം സ്ഥിരമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള സ്റ്റേജുകൾ ഒപ്പനക്ക് നമ്മൾ പലപ്പോഴും കേരളത്തിന് പുറത്തൊക്കെ പല ക്യാമ്പുകളും പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നതാണ് ഒപ്പന. അതുപോലെ ഒപ്പനയും മൈമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു പഴയ കാലത്തിലേക്കും അതിലേക്കൊക്കെ പോകാനും പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ കഴിയുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അല്ല, അത് തീർച്ചയാണ്. ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു സംഘാടന മികവ് എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഇവിടെ കുറേ ദിവസമായിട്ടുണ്ട്. എല്ലാ ദിവസവും മിനിസ്റ്ററിൻ്റെ എല്ലാവരുമായിട്ട് കൂടിയാറുണ്ട്. മിനിസ്റ്റർ പറഞ്ഞ ഒറ്റ വാക്കുകൾ, ഒന്നിനും ഒരു കുറവും പാടില്ല. അത് കൃത്യമായി തന്നെയാണ് സംഘാടക മികവ് തെളിച്ചു കാണിച്ചത്. എന്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തിന്റെ മുഹൂർത്തമാണ്. അദ്ദേഹം എത്ര കലോത്സവം നടത്തിയെന്നുള്ളതാണ്. ഇത്തരം കലോത്സവം ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഈ കാലയളവിൽ. വളരെ നന്നായി ഗംഭീരമായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. ഇതുവരെ ആക്ഷേപങ്ങളൊന്നും ഇല്ലാതെ വളരെ കൃത്യമായി കാര്യങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല ഈ പ്രദേശത്തെ ജനങ്ങളൊരു ഒടുക്കാണ്. എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ല ആകെ, അതുപോലെ പരിസരത്തെ ജില്ലയും ഇതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഒരു ഉത്സവമായിട്ട്, കുട്ടികളുടെ ഒരു മത്സര പരിപാടി എന്നുള്ള നിലയ്ക്കൽ ഒരു കലയുടെ ഉത്സവമായിട്ട് ജനങ്ങളാകെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. സംഘാടന മികവ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കലോത്സവം എന്തായിരിക്കും? പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കലോത്സവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കലോത്സവം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കൂട്ടം, നമ്മുടെ സുഹൃത്തുക്കളും നമ്മളൊക്കെ ആയിട്ട് കറങ്ങി ഓരോ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടം ഞങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഒരു അവസരമാണ്. അത്യാവശ്യം ഇങ്ങനെ നോക്കി എല്ലാവരെയും കണ്ട് പോകാൻ ഒക്കെ പറ്റുന്ന ഒരു അവസരമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വളരെ നല്ല പരിപാടികൾ, ചില ഐറ്റങ്ങൾ കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു ആസ്വാദനത്തിൻ്റെ ഒരു തലമുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മത്സരത്തിനും പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഇത് അറേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പിൽ നമ്മൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വലിയ ഉത്തരവാദിത്തമാണ്. വളരെ ടെൻഷനാണ്. വളരെ കൃത്യമായിട്ട് ഒരു ചെറിയൊരു സംഭവമാണെങ്കിൽ അത് നഷ്ടപ്പെടുകയോ സമയബന്ധിതമായിട്ട് മേക്കപ്പിൻ്റെ സാധനമായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് അത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ടൂള് നമ്മൾ നാടകത്തിന് വേണ്ട ഒരു സംഭവം കിട്ടിയില്ലെങ്കിലൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻ. അപ്പോൾ പല തരത്തിലാണ് നമ്മൾ കലോത്സവത്തെ ആസ്വദിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും അതൊരു ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മുടെ അക്കാദമികമായ കാര്യങ്ങളൊക്കെ മറന്ന് ഏറ്റവും ഫ്രീ ആയി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല മൊമെന്റ് കൂടിയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് നല്ല ടെൻഷനായിരിക്കും, അത് വേറെ കാര്യം. അത് ശരിയാണ്. ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അഭിനയത്തിന് ഒരു മോഹമുള്ള ഒരു വ്യക്തിയാണോ MLA എന്നില്ല? അഭിനയം, സിനിമയിലൊക്കെ ഒന്ന് അഭിനയിക്കണം, ചാൻസ് ഒന്നും കിട്ടാതിരിക്കില്ല. എന്തായാലും ഒരെണ്ണത്തിൽ അഭിനയിച്ചു, ഒരു സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അതൊരു നമ്മളൊരു ജീവിക്കുകയാണ് ഒരു കഥാപാത്രമായിട്ട്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിലൂടെ നമ്മൾ നൽകുന്ന മെസ്സേജ് ആവാം, ആ കഥാപാത്രത്തിൻ്റെ വിഷമമാവാം,
അല്ലെങ്കിൽ വേദനയാവാം, അത് ജനങ്ങളോട് ഒരു വിശപ്പിനെ കുറിച്ചുള്ള നാടകമാണെങ്കിൽ അത് അറിയിക്കും. നമ്മളത് ഫീൽ ചെയ്തുകൊണ്ട് സ്റ്റേജിൽ സദസ്സിലിരിക്കുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അതൊരു അഭിനയം എന്നുള്ളതിനപ്പുറത്തൊരു സ്റ്റേജിൽ നമ്മൾ പിന്നെ പെർഫോം ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അതൊരു അഡിക്ഷനാണ് സത്യത്തിൽ. നമ്മൾ ആ ഫീൽഡിൽ മുന്നോട്ട് പോയില്ല എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിരന്തരമായി അത് പെർഫോം ചെയ്യാനുള്ള ഒരു ഫീൽ ഉണ്ടാവും, ഒരു അഡിക്ഷനായിട്ട് മാറും. ആണ് കലയുടെ ഈ പ്രത്യേകിച്ച് അഭിനയ കലയുടെ ഒരു ഈ സിനിമയിലായിരുന്നു അഭിനയിച്ചത്. ഞാൻ തീ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് അഭിനയിച്ചത്. പിന്നീട് 1-2 ചാൻസസ് ഒക്കെ വന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജനങ്ങൾ നൽകിയ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അപ്പൊ അത് നിറവേറ്റുക. അതിന്റെ കൂടെ നമുക്ക് സമയം പ്രശ്നമില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലതും ചെറിയ റോളുകളൊക്കെ വേണമെങ്കിൽ അഭിനയിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അഭിനയം ഇപ്പൊ ഇന്നലെ സഖാവ് റഹീമിന്റെ ഇന്റർവ്യൂ എടുത്ത റഹീമിന്റെ അടുത്ത് സുരാജ് പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞു, നിങ്ങളാണ് യഥാർത്ഥ നടൻ. കാരണം ചാനൽ ചർച്ചയിൽ പോയി ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്ന റഹീം ഇന്നലെ പറയണ്ടേ. അപ്പോൾ എനിക്ക് നടനാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു, പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിൽ നടനായി മാറിയെന്നാണ് റഹീം സഖാവ് ഇന്നലെ എന്നോട് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ താങ്കൾ ഇലക്ഷന് മത്സരിച്ചു, വിജയിച്ചു, ഒരു ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങളെ സേവിക്കണം, അതിനുള്ള ടൈമാണ്. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു അഭിനയം എന്നുള്ള കാര്യത്തിലേക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തം അത് നിറവേറ്റിക്കൊണ്ട് നമുക്ക് ഫ്രീ ടൈം കുറച്ച് കുറക്കാം. നമുക്ക് ലെയ്ഷർ ആസ് എ ഹ്യൂമൻ ബീങ് ലെയ്ഷർ ടൈം ഒക്കെ ഉണ്ടാകും. അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മേഖലകൾക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തത്തിന് വേണ്ടി നീക്കി വെക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ധർമ്മം. തീർച്ചയായും. പിന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാൻ കഴിയില്ല. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തുറന്ന രീതിയിൽ എപ്പോഴും ആ രീതിയിൽ പോകണം. അഭിനയിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിതെല്ലാം ഓർത്തു വെക്കണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളല്ല, വളരെ ഓപ്പണായിട്ട് പോകുന്നതാണ്. ചില സമയത്ത് നമുക്ക് വിഷമം വരുമ്പോഴും വിഷമം വരാത്തതായിട്ട് നമുക്ക് അഭിനയിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വളരെ ഓപ്പണായിട്ട് നമുക്ക് വിഷമവും ദേഷ്യവും ഒക്കെ വരുമ്പോൾ അത് കുറച്ചൊക്കെ പ്രകടിപ്പിച്ച് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫിൽ അഭിനയിക്കാൻ പാടില്ല, കാരണം നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഈ നാടകത്തിൽ അഭിനയിച്ചു, ഒപ്പനയിൽ കൊടുത്തു, അങ്ങനെയാണെങ്കിൽ രണ്ടിലെയും പാട്ടൊക്കെ പാടുന്നു എനിക്ക് മനസ്സിലായി. അതാണ് അവിടെയാണ് പ്രശ്നം. പാട്ട് ഞാൻ പാടില്ല. ഇല്ല, പാട്ട് ഞാൻ ആകെ പാടിയിട്ടുള്ള സ്കൂളിലൊക്കെ സ്റ്റേജിലൊക്കെ പോകുമ്പോൾ പാടിയിട്ടുണ്ട്. പക്ഷേ സ്വതവേ എന്നോട് എൻ്റെ അടുത്ത ആളുകളൊക്കെ പറയാറ് മേലിൽ പാട്ട് പാടില്ല, ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തോ പാടി. നമുക്ക് നാടകത്തിലുള്ള ഡയലോഗ് ഓർമ്മ, ഡയലോഗുകളൊക്കെ കുറെ മറന്നുപോയി. എന്തെങ്കിലും ചെറിയ ഡയലോഗ് അത് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് കുറെ ആയില്ലേ, അതുകൊണ്ട് മറന്നുപോയി അല്ലേ? മറന്നുപോയതല്ല, ആ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് ആ ഒരു സിറ്റുവേഷനിലേ വരുള്ളൂ. നമ്മള് അങ്ങനെ പറയാനുള്ള ഒരു നടനല്ലല്ലോ നമ്മള്. അല്ല, നടനല്ല എന്നതിൽ ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ടത് പണ്ടത്തെ ഓർമ്മയിൽ ഒപ്പന കളിച്ച് അന്നത്തെ മൊഞ്ചനായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന MLA കാണുമ്പോൾ നമുക്കും സന്തോഷമാണുള്ളത്. ഇത് കഴിഞ്ഞാൽ ഞാൻ ചെലവ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക്. അല്ല, മറ്റ് കലാജീവിതവും ഇതെല്ലാമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴും ഇനിയുള്ള ഇലക്ഷനൊക്കെ വരികയാണ്. LDF സർക്കാരാണ്, പാർലമെന്റ് ഇലക്ഷൻ വരുന്നു. എങ്ങനെയാവുമെന്ന് ഇലക്ഷനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് നമ്മൾ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലെ സ്കൂളുകളടക്കം കേരളത്തിലാകെ വിദ്യാലയങ്ങളിൽ വന്ന മാറ്റമാണ്. ഒരു 5 കോടിയുടെ കെട്ടിടം, 8 കോടിയുടെ കെട്ടിടം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് 10 വർഷം 20 വർഷം കാത്തിരുന്നിട്ടൊക്കെ കിട്ടുമോ എന്ന് ഉറപ്പില്ല. ഇങ്ങനെ എല്ലാ വിദ്യാലയങ്ങളിലും കെട്ടിടങ്ങളും സൗകര്യങ്ങളും വന്ന ഒരു നാടാണ്. ഇപ്പം മികവിൻ്റെ കേന്ദ്രമായിട്ട് ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല കെട്ടിടങ്ങളില്ലാത്ത ഏറ്റവും മോശം സ്കൂളാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ 8 കോടി അവിടെ കെട്ടിടങ്ങൾ വന്നു. ഇനി അവിടെ നമ്മൾ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൗകര്യങ്ങൾ വരാൻ പോവുക. അപ്പോൾ വലിയ മാറ്റം വിദ്യാഭ്യാസ മേഖലയിലും യൂത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ ഈ മാറ്റം ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പൊതുമണ്ഡലങ്ങളിൽ വന്ന മാറ്റം ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും വിജയിക്കണം. ഒത്തിരി നാടകങ്ങളൊക്കെ അഭിനയിച്ച് ഇനി സിനിമയിലും ഒരു സിനിമയിൽ അഭിനയിച്ച് ഇനിയും സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ജനങ്ങളെ സേവിക്കാൻ ഇനിയും താങ്കൾ തന്നെ അവിടെ നിന്ന് വിജയിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസ നേടുന്നു. താങ്ക് യു വെരി മച്ച്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. Al Azhar Group of Institutions, Perambalichira, Thudupuzha.